US സഹകരണം ശക്തമാകുമെന്ന് ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ. US ന്യൂക്ലിയർ എക്സിക്യൂട്ടീവ് മിഷൻ ടു ഇന്ത്യ എന്ന പദ്ധതി പ്രകാരം ന്യൂക്ലിയർ എനർജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിന്റെയും എക്സിക്യൂട്ടീവ് പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ പോസ്റ്റിന് മറുപടിയായി ഗോർ പറഞ്ഞു. ആണവോർജ്ജത്തിൽ ഇന്ത്യ US സഹകരണത്തിൽ വലിയ കാര്യങ്ങൾ മുന്നിലുണ്ട്. ആഗോള ഊർജ്ജ പരിവർത്തന പ്രക്രിയയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഫട്നാവിസ് നേരത്തെ പറഞ്ഞിരുന്നു. മഹാരാഷ്ട്ര വർഷങ്ങളായി സൗരോർജ്ജത്തിലും കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തിലും ഗണ്യമായ നിക്ഷേപം നടത്തുന്നുണ്ടെങ്കിലും കാർബൺ രഹിതവും വ്യാവസായിക തലത്തിലുള്ളതുമായ ബേസ് ലോഡ് വൈദ്യുതി വിതരണത്തിന് ആണവോർജ്ജം അത്യാവശ്യമായി മാറും. ഇന്ത്യയുടെ മൊത്തം വിദേശ നിക്ഷേപത്തിന്റെ 40% മഹാരാഷ്ട്രയിലേക്കാണ് വരുന്നത്. രാജ്യത്തിന്റെ ഡേറ്റാ സെന്റർ ശേഷിയുടെ ഏകദേശം 60% മുംബൈ, നവി മുംബൈ പ്രദേശങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സെമി കണ്ടക്ടറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ്, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകൾ മഹാരാഷ്ട്രയിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വരും വർഷങ്ങളിൽ വൈദ്യുതി ആവശ്യകതയിൽ പല മടങ്ങ് വർധനവിന് കാരണമാകും. മെയ് 23 മുതൽ 26 വരെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് ഇത്. 4 ദിവസത്തെ സന്ദർശനത്തിൽ അദ്ദേഹം കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉന്നതതല തന്ത്രപരമായ ഇടപെടലുകളും സാംസ്കാരിക പ്രവർത്തനങ്ങളും സംയോജിപ്പിക്കും. ആ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നേതാക്കളുമായുള്ള റൂബിയോയുടെ ചർച്ചകളുടെ കേന്ദ്ര വിഷയങ്ങളിലൊന്നായി ഊർജ്ജ സുരക്ഷ ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതിരോധ സഹകരണം, സമുദ്ര സുരക്ഷ, നിർണായക സാങ്കേതിക വിദ്യകൾ, വിതരണ ശൃംഖല, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള തന്ത്രപരമായ വിഷയങ്ങളുടെ വിശാലമായ ഒരു കൂട്ടം റൂബിയോയുടെ സന്ദർശനം ഉൾക്കൊള്ളുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇൻഡോ പസഫിക്കിൽ വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിൽ ക്വാഡ് ഗ്രൂപ്പിംഗ്, പ്രതിരോധ പരസ്പര പ്രവർത്തനക്ഷമത, പ്രാദേശിക ഏകോപനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഉൾപ്പെട്ടേക്കാം. 25,400 മെഗാവാട്ട് ശേഷിയുള്ള ആണവോർജ്ജ പദ്ധതികൾ വികസിപ്പിക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ 4 കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടെ അമേരിക്കയുമായുള്ള സിവിൽ ആണവ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പുതിയൊരു ഗതിവേഗം ലഭിച്ചു. 6.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പ്രതിനിധീകരിക്കുന്ന ഈ സംരംഭങ്ങൾ ഇന്ത്യയുടെ നിലവിലുള്ള ആണവശേഷി 3 ഇരട്ടിയാക്കാനും ദേശീയ നെറ്റ് സീറോ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിടുന്നു. ആണവോർജ്ജ മേഖലയിലെ പരിവർത്തനത്തിന് നേതൃത്വം നൽകാൻ മഹാരാഷ്ട്ര തയ്യാറാണെന്നും സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ അമേരിക്കൻ കമ്പനികളോട് അഭ്യർത്ഥിച്ചുവെന്നും ഫട്നാവിസ് പറഞ്ഞു. ആണവോർജ്ജ മൂല്യ ശൃംഖലകളിലുടനീളമുള്ള കമ്പനികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഒരു ഉന്നതതല മുതിർന്ന US പ്രതിനിധി സംഘം നിലവിൽ ഇന്ത്യയിലുണ്ട്. സന്ദർശന വേളയിൽ വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ ഖട്ടർ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരുമായി പ്രതിനിധി സംഘം മികച്ച കൂടിക്കാഴ്ചകൾ നടത്തിയതായി US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് നോൾട്ടി തെരിയറ്റ് പറഞ്ഞു. ഞങ്ങളുടെ പങ്കാളികളായ ന്യൂക്ലിയർ എനർജി ഇൻസ്റ്റിറ്റ്യൂട്ടിനൊപ്പം വലിയ റിയാക്ടർ ഡിസൈനർമാർ മുതൽ മുഴുവൻ ആണവോർജ്ജ വിതരണ ശൃംഖലയിലുമുള്ള ചില മുൻനിര US ആണവ കമ്പനികളുമൊത്തുള്ള ഒരു മുതിർന്ന പ്രതിനിധി സംഘത്തെ ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങൾക്കൊരു മികച്ച മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സംയുക്ത സംരംഭങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള വഴികൾ തേടുന്നതിനെക്കുറിച്ചുമായിരുന്നു. നിയമങ്ങളെക്കുറിച്ച് മികച്ച ഒരു ചിത്രം ലഭിക്കാൻ ഇത് ഞങ്ങൾക്കൊരു നല്ല അവസരം നൽകി. US അത്യാധുനിക സാങ്കേതിക വിദ്യയുണ്ട്. ഇന്ത്യക്ക് അതിശയകരമായ വിധം വൈദഗ്ധ്യമുള്ള തൊഴിലാളികളും കാര്യക്ഷമവും അത്യാധുനികവുമായ EPC കമ്പനികളുമുണ്ട്. അതിനാൽ ഈ പങ്കാളികൾ ഇരു കൂട്ടർക്കും പ്രയോജനകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.